നമസ്കാരം. മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് നേതൃമാറ്റം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കമൽനാഥിനെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ജിത്തു പട്വാരിയാണ് മധ്യപ്രദേശിലെ പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ. ഗോദ്വാനി MLA ഉമംഗ് സിംഗറിനെ പ്രതിപക്ഷ നേതാവായും നിയമിച്ചിട്ടുണ്ട്. ഹേമന്ത് കട്ടാരെയാണ് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ഒരു ആളാണ് ജിത്തു പട്വാരി. ജയൻ കില്ലർ എന്നാണ് കട്ടാരെ വിശേഷിപ്പിക്കുന്നത് പോലും. എന്തായാലും ഈ സീനിയർ നേതാവായ കമൽനാഥിനെ കോൺഗ്രസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു ധൈര്യം കോൺഗ്രസിന് എങ്ങനെ ലഭിച്ചു, രാഹുൽ ഗാന്ധിക്കും മറ്റ് നേതൃത്വത്തിലുള്ള ആളുകൾക്കും എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു വിവരം വലിയ പ്രതിസന്ധി തങ്ങൾ നേരിട്ടു, അതുകൊണ്ടാണ് പരാജയം ഉണ്ടായത് എന്നുള്ള വിവരം വാർത്താക്കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആകെ 66 സീറ്റുകൾ മാത്രമാണ് മധ്യപ്രദേശിൽ നേടിയിട്ടുള്ളത്. കമൽനാഥിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയായിരുന്നു കോൺഗ്രസ് മധ്യപ്രദേശിൽ അവലംബിച്ചത്. എന്നാൽ 163 സീറ്റ് നേടിക്കൊണ്ടാണ് മധ്യപ്രദേശിൽ BJP അധികാരം പിടിച്ചത്. ആ സമയം തൊട്ട് തന്നെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. കമൽനാഥ് ഒരുപക്ഷെ മധ്യപ്രദേശിലെ കോൺഗ്രസ് തലപ്പത്ത് നിന്നും പുറത്താകുമെന്ന്. പക്ഷെ ഒരിക്കലും അവിടെ ഒരു പുതിയ തലമുറയെ പരീക്ഷിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഈ പുതുമുഖ പരീക്ഷണത്തിന് പിന്നിൽ BJPയെ തന്നെയാണ് കോൺഗ്രസ് മാതൃകയാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രാജസ്ഥാനിൽ ഉൾപ്പെടെ തലമുതിർന്ന നേതാക്കളെ BJP പുറത്താക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം വസുന്ധര രാജെ സിന്ധ്യ തന്നെയാണ്. അവരെ തള്ളിക്കൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരെയും ഉൾപ്പെടെ BJP തെരഞ്ഞെടുത്തത്. മാത്രമല്ല ജാതി സമവാക്യങ്ങളും BJP കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ടായിരുന്നു 3 സംസ്ഥാനങ്ങളിലും. ഇത് തന്നെയാണ് മധ്യപ്രദേശിലും ഇപ്പോൾ കോൺഗ്രസ് ആവർത്തിച്ചിരിക്കുന്നത്. ജിത്തു പ്രമുഖ OBC നേതാവാണ്. സംസ്ഥാനത്തെ 50% വരുന്ന വോട്ടർമാർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ് താനും. കോൺഗ്രസിന് പുതിയ ഒരു മുഖം സമ്മാനിക്കുക എന്ന ചുമതലയാണ് പട്വാരിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. കമൽനാഥ് നേതൃത്വത്തിൽ ഇല്ലാത്തത് മാറ്റം വന്നു എന്നത് ജനത്തെ ബോധിപ്പിക്കണമെന്നാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഒരു സൂചന. ജാതി സമവാക്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും ഒക്കെ കാര്യത്തിൽ കാണാൻ സാധിക്കും. കാരണം കമൽനാഥ് ബ്രാഹ്മണ നേതാവായിരുന്നു. ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് അവിടെ ഒരു OBC അല്ലെങ്കിൽ ദളിത് പരീക്ഷണമൊക്കെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു പുതിയ നേതൃത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ പുതുമുഖങ്ങൾ രംഗത്ത് വരണമെങ്കിൽ മാത്രമേ സംഘടന ചലിക്കൂ എന്നുള്ള ബോധം കോൺഗ്രസിന് വൈകിയാണ് എങ്കിൽ പോലും വന്നിട്ടുണ്ട്. അങ്ങനെ മോദി പരീക്ഷിച്ച അതേ മോഡൽ തന്നെ ഇപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസും പരീക്ഷിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.